ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു പക്കുവടൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഈ പക്കുവട എന്ന് വെച്ചാൽ നമ്മൾ കാബേജ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ എങ്ങനെ ഈ കാബേജ് വെച്ച് പക്കുവട ഉണ്ടാക്കിയെന്ന് നോക്കാം. അതിനാവശ്യമായിട്ട് ഇതാ ഞാനൊരു ചെറിയ കാബേജ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സവാള, 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഒരു കഷ്ണം ഇഞ്ചി. അപ്പോൾ ആദ്യം നമുക്ക് കാബേജ് ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പം നന്നേ കനം കുറച്ചിട്ട് തന്നെ നേർങ്ങനെ കട്ട് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ ഇതുപോലെയാണ് ഇതാ നേർങ്ങനെ കട്ട് ചെയ്തിട്ടെടുക്കേണ്ടത്. അപ്പോൾ മുഴുവനായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇത് കാബേജ് അങ്ങനെ ഫുള്ളായിട്ട് കട്ട് ചെയ്തിട്ടെടുത്തിട്ട് ഇതുപോലെ നേർങ്ങനെ കനം കുറച്ചിട്ട് ഇതുപോലെ നീളത്തിൽ തന്നെ കട്ട് ചെയ്തിട്ടെടുക്കണം. പിന്നെ അതുപോലെ തന്നെ സവാളയും അതുപോലെ തന്നെ നീളത്തിൽ തന്നെ കട്ട് ചെയ്തിട്ടെടുക്കണം. അതുപോലെ തന്നെ പച്ചമുളകും ഇതുപോലെ വട്ടത്തിൽ കട്ട് ചെയ്തിട്ടെടുക്കാം. ഇനി ഇഞ്ചി നമുക്ക് അതുപോലെ തന്നെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇപ്പോൾ മഴയെല്ലാം തുടങ്ങി, നമുക്ക് എന്തായാലും വൈകുന്നേരത്തെ ചായക്ക് എന്തെങ്കിലും കടി വേണം. അപ്പോൾ നല്ല ചൂട് കട്ടൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റിയ നല്ല പക്കുവടയാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് 1.5 സ്പൂൺ കടലമാവ് ചേർത്ത് കൊടുക്കാം. അതുപോലെ 1.5 സ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കായാണിത്, കായപ്പൊടി അതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 സ്പൂൺ ചെറിയ ജീരകം അതും കൂടി ചേർക്കാം. എല്ലാം കൂടി നന്നായിട്ട് നമുക്കൊന്ന് കൈവച്ചിട്ട് മിക്സ് ചെയ്യാം. അപ്പം നോക്കിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം നനച്ച് കൊടുക്കുക. കൈ വെച്ച് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഒട്ടിപ്പിടിക്കുമല്ലോ. അപ്പോൾ കൂടുതൽ ഒഴിക്കാൻ പാടില്ല, കുറച്ചൊന്ന് നനച്ച് കൊടുത്തിട്ട് ഒന്ന് കുഴച്ച് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി വെള്ളം നനച്ചിട്ട് നന്നായിട്ട് കുഴച്ചിട്ട് നമ്മൾക്ക് ഉരുട്ടിയിടേണ്ട പാകത്തിൽ ഇത് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതാണ് പാകത്തിൽ കുഴച്ചെടുത്തത്. ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ചായിട്ട് എടുത്തിട്ട് ഇതുപോലെ ഇട്ടിട്ട് നല്ല ഗോൾഡൻ കളറാകുന്ന വരെ ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പം നല്ലൊരു ടേസ്റ്റുള്ള പക്കുവടയാണ്. സാധാരണ നമ്മൾ പക്കുവടനെ പോലെ തന്നെ കാബേജ് വെച്ചുണ്ടാക്കിയെന്ന് പറയുകയേ ചെയ്യില്ല. കഴിക്കുമ്പോൾ പറഞ്ഞാലേ മനസ്സിലാവും, അത്രയും ടേസ്റ്റ് ഉണ്ടായിന്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാത്ത ആളുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കാം. നമുക്ക് സവാളക്കെല്ലാം പൈസ വന്നിയ സമയത്ത് ഇങ്ങനെ കാബേജ് വെച്ചിട്ടും നമുക്ക് പക്കുവട ഉണ്ടാക്കിയെടുക്കാം. സാധാരണ പക്കുവട പോലെ തന്നെ ഉണ്ട്, പറയേ ചെയ്യില്ല. എന്തായാലും കാബേജിനെ കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയത്. അത്രയും നല്ല ടേസ്റ്റ് ഉണ്ടായി. അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പം എല്ലാം നമുക്ക് ഇതുപോലെ ഇങ്ങനെ പൊരിച്ചെടുക്കാം. അപ്പോൾ ഇതെല്ലാം നമ്മൾ പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ
പൊട്ടിച്ച് കാണിച്ചു തരാം. അപ്പം നല്ല സാധാരണ സവാള വെച്ചുണ്ടാക്കിയ പോലെ തന്നെ പക്കവട നല്ല ടേസ്റ്റും ഉണ്ടായിന്. അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും.